മൊഴി കേൾക്കേണ്ട കടാക്ഷം ഇത് ഞാൻ ചേർത്ത് കൊടുത്താപ്പരെ തറവാട്ടിനകത്ത് നിന്നിട്ട് വേറെയോ ഒരു ഗുണം വരണം. ഭയങ്കര വിശേഷിക്കാനുണ്ടാ ക്ഷേമം തന്നെയല്ലേ? എങ്ങനെ വിദ്യകളെല്ലാം എങ്ങനെ പോകുന്നു? അല്പം പിന്നിലേക്കാണല്ലോ നിന്റെ വിദ്യകൾ അല്ലേ? വിദ്യ എന്നിരിക്കുന്നത് ഒരു പരീക്ഷണമാണ് അല്ലെ? ആ പരീക്ഷണത്തിന് തരണം ചെയ്യേണ്ടത് മനസ്സേകാഗ്രതമാക്കി ലക്ഷ്യത്തെ പ്രാപിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നം പാടും അല്ലെ? അത് മനസ്സിനകത്ത് ഉറച്ചു പിടിക്കണം നീ കേട്ടോ. ആ പഠിക്കുന്നതായ കാര്യാദികളെല്ലാം ബുദ്ധിയിൽ നിന്ന് ചോർന്നു പോകാതെ കൂടെ നിന്ന് നിന്റെ കാര്യാദികളെല്ലാം ഞങ്ങൾ സാധ്യമാക്കി തരും കേട്ടോ. എങ്കിലും അമ്മയോട് അല്പതായ കലഹങ്ങളെല്ലാം കാണിക്കുന്നുണ്ട് അല്ലേ? ആ കുറുമ്പുകൾ വേണ്ട കേട്ടോ. നിന്റെ അല്ലെ നീ ചെയ്തിരിക്കുന്ന പ്രവർത്തികൾ ഭഗവാൻ എങ്ങനെയാണ് അറിയുന്നതെന്നിരിക്കുന്ന ഒരു തോന്നലുണ്ട് നിനക്ക് അല്ലെ? സാക്ഷാൽ മഹാവിഷ്ണുവാണ് ഞാൻ അല്ലെ? അവതാരം കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന രൂപം കൊണ്ട് നീ എന്നെ പരീക്ഷണം നടത്താൻ നിൽക്കണ്ട അല്ലെ? നീ കുരുന്നാണ് അല്ലെ? എല്ലാ കാര്യാദികൾക്കും മനസ്സിനകത്ത് ഭഗവാന് അല്ലെ നീ ഉച്ചരിച്ച് നടന്നാല് നിന്റെ വിദ്യകളെല്ലാം പൂർത്തീകരിച്ചിട്ട് നല്ലൊരു ജീവിത വഴി അത് ഞങ്ങൾ തന്നെ നിന്റെ കരങ്ങളിൽ ചേർത്ത് തരും കേട്ടോ. ഭഗവാൻ ചൊല്ലിത്തന്നിരിക്കുന്നതായ മൊഴികള് നിന്റെ മനസ്സിനകത്ത് സന്തോഷം വരുവാൻ വേണ്ടിയിട്ടാണ്, സങ്കടം വരുവാനല്ല കേട്ടോ. എങ്കിലും എൻ്റെ കുരുന്നിന് ഒരാപത്തും കൂടാതെ കണ്ട് ഇതുപോലെ നാളേക്ക് ഓടിച്ചാടി നടക്കേണ്ട കടാക്ഷം അത് ഈ തറവാട്ടിനകത്ത് നിന്നിട്ട് ഞാനെന്നിരിക്കുന്ന വിളിച്ചാമണ്ടി അമ്മ തന്നെ ഒന്ന് ചേർത്ത് കേട്ടോ. വേറെയോ ഒരു ഗുണം